ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും പറച്ചു. ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ സൂചിപ്പിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യമുണ്ട്. ഗാസയിലെ ഇഷ്യൂ, അതുപോലെ തന്നെ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ, അങ്ങനെ നിരവധിയാർന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളക്കരയെ തന്നെ സംരക്ഷിക്കേണ്ട, അല്ലെങ്കിൽ നമുക്ക് സംരക്ഷണ കവലം ഒരുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് ഒരു വെല്ലുവിളിയായിരിക്കുകയാണ്. എത്തരത്തിലാണ് ഇവർ വെല്ലുവിളിയായെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യകത എനിക്കില്ലെന്ന് തോന്നുന്നു. പക്ഷേ കൃത്യമായി ഈ വിഷയങ്ങളിൽ വായും പറച്ചിൽ ടീമിന് കൃത്യമായ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങളിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പീച്ചിയിലെ ഇഷ്യൂ ഉണ്ട്, പോലീസിൻ്റെ ഇഷ്യൂ. അതുപോലെ കുന്നംകുളത്തെ ഇഷ്യൂ ഉണ്ട്. പത്തനംതിട്ടയിൽ SFIക്കാരൻ അനുഭവിക്കേണ്ടി വന്ന ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റുമാനൂരിലെ ഇഷ്യൂ. ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂകൾ മാത്രമാണ് പൊങ്ങി വന്നിരിക്കുന്നത്. അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ജനമൈത്രി പോലീസ് ഏകദേശം 2008 ജനമൈത്രി പോലീസ് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും പിന്നീട് അങ്ങോട്ട് പോലീസിൻ്റെ സ്വഭാവ രീതികളിലുള്ള വന്നിരിക്കുന്ന മാറ്റങ്ങളിലും ജനങ്ങൾക്ക് കുറച്ചുകൂടി സുതാര്യമായി കാര്യങ്ങളെ അവതരിപ്പിക്കാനും അവർക്ക് അതിൻ്റെ പരിഹാരം കാണുവാനും പോലീസ് സേന തന്നെ ആ ഒരു സ്കീം വളരെ രീതിയിൽ മികച്ചതായി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ സർക്കാരിൻ്റെ നല്ല വശങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏകദേശം 144 വരുന്ന പോലീസുകാരെ ഈ സേനയിൽ നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് ഈ സർക്കാർ. എന്തിനു വേണ്ടി? ഈ സർക്കാർ ഇല്ലാതാക്കിയത് അവർ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ഫലമായിട്ട്, അവർ ജനങ്ങളിലേക്ക് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ഫലമായിട്ടാണ് അവരെ ഈ സേനകളിൽ നിന്ന് ഈ സർക്കാർ ഇല്ലാതാക്കിയത്. അന്നേരവും ഇതിനെ പരിഹാസകരമായി ഒന്ന് കണ്ട ഒരു ഇഷ്യൂ ആണ് മുണ്ടക്കയത്തെ ഒരു പോലീസ് കോൺസ്റ്റബിൾ കാഞ്ഞിരപ്പള്ളി എന്ന മേഖലയിൽ നിന്ന് രാത്രി കാലഘട്ടത്തിൽ മാമ്പഴം മോഷ്ടിച്ചുകൊണ്ട് പോയതിന് അയാളെ സസ്പെൻഡ് ചെയ്തത്, ഈ സേനയിൽ നിന്ന് ഇല്ലാതാക്കിയത്. പക്ഷേ അവിടെയും നാം താരതമ്യം ചെയ്യുന്നത് ഇന്നത്തെ കുറ്റകൃത്യങ്ങൾ കൊണ്ടാണ്. അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് കേരളത്തിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലും നിരവധിയാർന്ന വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ വ്യത്യാസങ്ങളിൽ നിന്നാണ് അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ ഇന്ന് സഹായിച്ചിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്, കുറച്ചുപേർ ഇതിന് പോരാടാൻ ശ്രമിച്ചിട്ടുണ്ട്. രാജൻ എന്ന് പറയുന്ന വ്യക്തി പണ്ട് നടന്നതാണ്. രാജൻ എന്ന് കരുണാകരൻ ഭരണത്തിലിരുന്നപ്പോൾ, കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ രാജൻ എന്ന വ്യക്തിയെ ഇന്നും കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവുമായി ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. രാത്രിയായാൽ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, പട്ടികൾ കുരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ അവൻ്റെ വരവിനായി ഞാൻ ഇന്നും കാത്തിരിക്കുന്നു. അവനും ഒരു പിടി ചോറ് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. അതായത് ഒരു പോലീസ് സേന കാരണം, അന്നത്തെ ആ പോലീസ് സേനയ്ക്ക് കൂട്ടുനിന്ന സർക്കാർ കാരണം ഒരാൾക്കില്ലാതായത് തൻ്റെ മകനെയാണ്. തൻ്റെ മകൻ ഇന്നും അയാൾ കാത്തിരിക്കുന്നു തൻ്റെ മകന് വേണ്ടി. അവിടുന്ന് അടയാളപ്പെടുത്തി തുടങ്ങുകയാണ് പോലീസിൻ്റെ കുറ്റകൃത്യങ്ങൾ. എന്നാൽ 1, 2, 3 നിരവധിയാർന്ന പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ടോക്കിങ് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു +1 +2 കാലഘട്ടത്തിൽ ഞാനൊരു യാത്ര പോയപ്പോൾ എനിക്ക് തമിഴ്നാട് പോലീസിൽ നിന്ന് അനുഭവപ്പെട്ട ഒരു ദുഷ്കരമായ ഒരു അനുഭവം കൂടെ എനിക്ക് പങ്കുവെച്ച് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വാഹനം ഓടിക്കുകയായിരുന്നു. പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ അയാളെ ഇടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ പുറകെ വന്ന് എൻ്റെ വാഹനത്തിന് വട്ടം വെച്ച് ഞാൻ ഗ്ലാസ് കാത്തപ്പോൾ എൻ്റെ മുഖത്തിടിക്കുകയും വണ്ടിയിൽ നിന്ന് ഫൈബർ ലാത്തിയെടുത്ത് എന്നെ ദേഹം, കൈയും കാലുമൊക്കെ നല്ല രീതിക്ക് അദ്ദേഹം അടിച്ചൊതുക്കുകയുണ്ടായി. എന്നിട്ട് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് 1000 രൂപ കൊടുത്തപ്പോൾ ഞങ്ങളെ വിട്ടയക്കുകയും ഉണ്ടായി. ഇത് ഞാൻ നിസ്സാരമായി പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം എനിക്കൊരു 5 ദിവസം എനിക്കതൊരു ദുസ്വപ്നമായിരുന്നു. പക്ഷേ ആ ദുസ്വപ്നം മാറിയത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം ഒരു സെപ്റ്റംബർ 15 തന്നെ പറയാം. കാരണം ഞാനൊരു പെറ്റി അടയ്ക്കുന്നതിൻ്റെ ഭാഗമായി കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ പോവുകയും
തിരിച്ച് വന്ന് ഇന്ന് ഏകദേശം സെപ്റ്റംബർ 15 ആ കോൺസ്റ്റബിൾ എന്നെ വിളിക്കുകയും എന്നോട് പറയുകയുണ്ടായി, പെറ്റി അടയ്ക്കാൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അടയ്ക്കുകയും എല്ലാം ചെയ്തു. അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ട ഒരു 5 പോലീസ് കോൺസ്റ്റബിളുമായി ബന്ധപ്പെടുകയും അവരുമായി നമ്പർ കൈപ്പറ്റുകയും ചെയ്തു. അവരെല്ലാവരും എന്നെ ഓരോരുത്തരായി വിളിച്ച്, സാർ എല്ലാം ഓക്കെ അല്ലേ, ഇനി വരുമ്പോൾ വിളിക്ക്, ഇവിടെ വരുമ്പോൾ വിളിക്ക്, നമുക്ക് കാണാം. അതായത് തമിഴ്നാട് പോലീസ് സേനയിൽ കുറച്ച് പേർ അങ്ങനെയുണ്ട്, കുറച്ച് പേർ നല്ലവരുമുണ്ട് എന്ന് പറയാം. എന്ന് വെച്ച് ഞാൻ ആ സേനയെ മൊത്തം ഇല്ലാതാക്കുകയല്ല. അതുപോലെ തന്നെയാണ് കേരള പോലീസിലും സംഭവിച്ചത്. ഈ കഴിഞ്ഞ നാളുകളിൽ കേരള പോലീസിൻ്റെ കുറ്റകൃത്യങ്ങൾ കുറച്ച് പേർ, ഇന്നിപ്പോൾ സന്തോഷകരമായൊരു വാർത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജഹാൻ എന്ന SIയെ സസ്പെൻഡ് ചെയ്തു, സ്ഥലം മാറ്റി, തലസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു വാർത്ത. എന്തിന്? അദ്ദേഹം കുറച്ച് രാഷ്ട്രീയമായി നിലപാടുകളെടുത്ത തൻ്റേതായ രാഷ്ട്രീയങ്ങൾ, പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആശയങ്ങൾ സമൂഹത്തിനോട് സംസാരിച്ചവരെ കുറ്റവാളികളാണെന്ന് പറഞ്ഞ് അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ നേരം മുഖത്ത് കറുത്ത തുണി കൊണ്ട്, അതായത് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എന്ത് സംഭവിച്ചു, സിനിമകളിലൊക്കെ കാണുന്ന പോലെ നമ്മളെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോൾ കറുത്ത തുണി ഇടത്തില്ല, അതുപോലെ 4 പേരെ കറുത്ത തുണിയിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ പോകുന്നു. അതായത് അവർ എന്തോ ഒരു വലിയ കുറ്റകൃത്യമാണ് ചെയ്തത് എന്ന് സമൂഹത്തിന് മുന്നിൽ വരുത്തി കാണിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുമ്പോൾ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിന് പറയുമ്പോൾ, ഇത് ശരിക്കും ശുദ്ധ തെമ്മാടിത്തരമാണ് ആരാണെങ്കിലും ആ വ്യക്തി കാണിച്ചത്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അതായത് മനുഷ്യൻ്റെ അവകാശങ്ങളുടെ കൃത്യമായുള്ള വയലേഷനാണ് അവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് KP ആക്ടിലേക്ക് പോകാം. കേരള പോലീസ് ആക്ട്. കേരള പോലീസ് ആക്ടിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇതൊരു സുതാര്യമായിരിക്കണം, പോലീസിൻ്റെ പ്രവർത്തികൾ സുതാര്യമായിരിക്കണം, അവർക്ക് ഒരു സമൂഹത്തിനോട് അവർ ബാധ്യസ്ഥരായിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ സമൂഹത്തിനെ സംരക്ഷിക്കേണ്ടവരാണ്, സംരക്ഷക വലയം തീർക്കേണ്ടവർ നമ്മളെ ആക്രമിക്കാനുള്ള വലയങ്ങൾ തീർത്തുകൊള്ളുന്നു. പക്ഷേ ഇന്നത്തെ ഈ പ്രതിസന്ധിയിൽ പോലീസിന് എന്താ സംഭവിച്ചത്? അതാണ് നമ്മുടെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇന്ന് സംഭവിച്ചത് നിസ്സാരമായി പറയാനാണെങ്കിൽ 2 or 3 പോലീസുകാർ മാത്രം ഇതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, അവരുടെ ഗുണ്ടായിസം ഇതിനകത്ത് നടക്കണമെന്ന്. ഞാൻ പോലീസിലേക്ക് പോകാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ പോലീസിൽ ഉണ്ടായിരുന്ന കുറച്ച് പേരോട് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. പോലീസിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ കൃത്യമായി നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യരായി. പക്ഷേ പോലീസിൻ്റെ ക്യാമ്പ് കഴിയുന്നതോടെ, അല്ലെങ്കിൽ അവരുടെ സർവീസ് മുന്നോട്ട് പോകുന്നതോടെ ചിലർ മറ്റു രീതിയിൽ ഇതിനെ പരുവപ്പെടുന്നുണ്ട്. അതായത് അവരവരുടെ ശൈലികൾ മറന്ന് അവർ ആരെയൊക്കെയോ അനുകരിക്കാൻ വേണ്ടി ഒരു ഗുണ്ടാ സെറ്റപ്പിലേക്ക് ഇതിനെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ സ്വഭാവം തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. അവിടെയാണ് ഈ കുറ്റകൃത്യങ്ങൾ തുടങ്ങുന്നത് എന്ന് ഞാൻ എൻ്റെ ഒരു അനുമാനത്തിൽ നിന്ന് കണ്ടെത്താൻ എനിക്ക് സാധിച്ചു എന്ന് പറയാം. ഇത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഈ ഷാജഹാൻ പോലീസ്, അതുപോലെ തന്നെ ഈ 2012 SFI നേതാവിന് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ, പിന്നെ ഈ PGയിൽ നമ്മൾ കൃത്യമായി കണ്ടതാണ് ആ ഹോട്ടൽ ഉടമയും മകനെയും തല്ലുന്ന ഒരു ദൃശ്യം, പൈസ മേടിക്കുന്ന ഒരു ദൃശ്യം. പിന്നെ നമ്മൾ കണ്ടത് മറ്റേ അമ്പലത്തിലെ പൂജാരിയെ തല്ലുന്ന ആ ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഒരു പോലീസ് ഒരു സമൂഹത്തിന് ഏത് തരത്തിലുള്ള ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മോറൽ വാല്യൂ ആണ് കൊടുക്കുന്നത് എന്ന് നമുക്കെപ്പോഴും ചോദ്യചിഹ്നമായി മാറുകയാണ്. ഇന്ന് പോലീസ് സേനയിലുള്ള നമ്മളുടെ വിശ്വാസങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സിനിമകൾ നമ്മൾ ഒന്ന് പറഞ്ഞു പോകാം. ഈ ആക്ഷൻ ഹീറോ ബിജു, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആ സിനിമയിൽ പോലീസിൻ്റെ കൃത്യമായുള്ള ഒരു ചിത്രമാണ് കാണിച്ചതെന്ന് പലരും ആ സിനിമ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പോലീസിനോടുള്ള മനുഷ്യനുള്ള ഒരു പേടി അത് കൃത്യമായി മുതലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതോടൊപ്പം ജയ്വീർ, സൂര്യയുടെ സിനിമ, ആ സിനിമയ്ക്കകത്ത് കൃത്യമായി ഈ രാജൻ കേസിലെ
ഒരു കൃത്യമായ ഒരു ചിത്രം അതിനകത്ത് കാണിച്ചു എന്ന് പറയാം. പിന്നീട് വരുന്ന ഈ നായാട്ട് അങ്ങനെയുള്ള സിനിമകളിലും പോലീസ് ഏത് രീതിയിൽ മാറുന്നു അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളും പോലീസ് സേനയുടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കാണിക്കുന്നുണ്ട്. ഈ സേനകളിൽ പെടുന്നവർ എങ്ങനെ അക്രമകാരികളാകുന്നു എന്നതുള്ളതും ഒരു ചോദ്യമായി ഞാൻ ഉന്നയിക്കുവാണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഉത്തരത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞായിരുന്നു. അതോടനുബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടിമുറികളാകുന്നുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ആ ഇടിമുറികൾ കള്ളക്കേസുകൾ ഫ്രെയിം ചെയ്യുക. ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ കേരള പോലീസിൽ കുറച്ച് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് പോലീസ് മാറുകയാണെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒരിക്കലും നടക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഈ പ്രശ്നം പറയുമ്പോൾ നമുക്ക് സർക്കാരിനെ വേണമെങ്കിൽ കുറ്റം പറയാം, അല്ലെങ്കിൽ ഇതിൽ ഉത്തരവാദികളായിരിക്കുന്ന മേലുദ്യോഗസ്ഥരെ നമുക്ക് കുറ്റം പറയാം. പക്ഷെ ഇത്രയും കുറ്റങ്ങൾ പറയുമ്പോഴും അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയാണ് ഈ സേനയ്ക്ക് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ നാടുകളിലും ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ്. അവരെ നമുക്ക് എങ്ങനെ ഇരിക്കാം? ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പോലീസിൽ നിന്ന് നമുക്കൊരു കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഒരു വാർത്താ മാധ്യമത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരു സാധാരണക്കാരൻ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് പോലീസ് കംപ്ലൈൻറ്റ് സെല്ലുണ്ട്. ആ കംപ്ലൈൻറ്റ് സെല്ലിൽ പരാതിപ്പെടാം. ഈ പരാതിപ്പെട്ടത് കൊണ്ട് ഇതിനകത്ത് എന്ത് പ്രയോജനം എന്ന് കാണിക്കും. പക്ഷേ പരാതിപ്പെട്ടതിൽ ഞാൻ എറണാകുളത്ത് അഭിഭാഷകനായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കാക്കനാടാണ് ഇവരുടെ ഓഫീസ്. അവിടെ ചെന്ന് ഹിയറിംഗ് ഉണ്ട്. ഈ ഹിയറിങ്ങിൽ ഒരു ഡേറ്റ് കൊടുക്കും, 2 ഡേറ്റ് കൊടുക്കും. അപ്പം 2 മാസം ഗ്യാപ്പിലാണ്. അതായത് ആ സന്ദർഭം ഞാൻ പറയുകയാണെങ്കിൽ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവാവിനെ ഒരു പാലത്തിൻ്റെ അടിയിൽ അയാൾ വിശ്രമിക്കാൻ ഇരുന്നപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ചുമ്മാ തല്ലിയിട്ട് പോയി. അപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് അയാളെ പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അയാൾ വൈകിട്ടാണ് ഇറങ്ങുന്നത് സ്റ്റേഷനിൽ നിന്ന്. അത്തരത്തിലുള്ള പോലീസ് സേനയിൽപ്പെട്ട കുറച്ച് പോലീസുകാരും ഇതിനകത്തുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ കുറ്റകൃത്യങ്ങൾക്കുള്ള ധൈര്യം ഈ പോലീസിന് ലഭിക്കുന്നത്? ഒരു സർക്കാർ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ സർക്കാരിന് ചോറ് വിളമ്പിക്കൊടുത്ത്, അല്ലെങ്കിൽ ആ സർക്കാരിന് സേവനം ചെയ്തത് കൊണ്ടാണോ ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ധൈര്യം കിട്ടുന്നത്? അല്ലെങ്കിൽ ആ സർക്കാർ ഇയാളെ സംരക്ഷിക്കുമെന്നുള്ളത് കൊണ്ടാണോ ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ധൈര്യം കിട്ടുന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്നൊന്നുമല്ല ഇയാൾക്ക് ഈ ധൈര്യം കിട്ടുന്നത്. കാരണം പണ്ട് മുതലേ പോലീസ് സേനകളിൽ കണ്ടുവരുന്ന ഒരു ഡൊമിനൻറ്റ് സിസ്റ്റം ഈ സേനയ്ക്കുണ്ട്. ഈ ഡൊമിനൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കുറച്ച് ഗുണ്ടായിസം കാണിച്ചാൽ മാത്രമേ ഈ സേന മുന്നോട്ട് പോകത്തുള്ളൂ. കുറച്ച് ഗുണ്ടായിസം കാണിച്ചാൽ മാത്രമേ ഈ നാട്ടിലെ ക്രമസമാധാനം നടക്കത്തേയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതെ താൻ എന്തുവാണ്, താനൊരു SI ആണ്, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, തന്നെ തൊടാനുള്ള അവകാശങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾക്കില്ല, തന്നെ ഒരു പേടിയുടെ രൂപം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള മാനസികമായുള്ള വൈകല്യം എന്ന് തന്നെ പറയാം. ആ തരത്തിലുള്ള സംസ്കാരങ്ങളിൽ നിന്നാണ് ഈ പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള ധൈര്യം കിട്ടുന്നത്. പിന്നീട് ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു SI എന്തെങ്കിലും ഒരു കുറ്റകൃത്യം കാണിച്ചു, അപ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഇതിന് കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ SIയുടെ കീഴിലുള്ള അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരും ഇതിനകത്ത് ഭാഗവാക്കാകുന്നു. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഇവരും കൂടെ ഇതിനകത്ത് ഉൾപ്പെട്ടു പോകുന്നു. അതായത് ഒരു വ്യക്തി കാരണം ചിലപ്പം ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. നമ്മുടെ പൃഥ്വിരാജിൻ്റെയും ബിജു മേനോൻ്റെയും അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്കകത്ത് അത് കൃത്യമായി കാണിക്കുന്നുണ്ട്. അതായത് അയ്യപ്പനും കോശിക്കകത്ത സിനിമയ്ക്കകത്ത് ആ മദ്യം പൃഥ്വിരാജിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ആ പെൺകുട്ടിയും പെട്ടുപോകുന്നുണ്ട്, ബിജു മേനോനും പെട്ടുപോകുന്നുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നത്? അതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ നിരവധിയാർന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അയാളുമായി ബന്ധമുണ്ട്, അപ്പോൾ അയാളെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ആ സിനിമ വേറൊരു വൈബിലേക്കാണ് പിന്നീട് അത് എത്തിച്ചേരുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കേരളത്തിൻ്റെ പച്ചയായ കേരള പോലീസിലും സംഭവിക്കുന്നുണ്ട്. നിരവധിയാർന്ന സ്റ്റേഷനുകളിലും അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം
നമുക്ക് ആ സിനിമകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. സിനിമകളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, പോലീസ് സേനകളുടെ നല്ല വശങ്ങൾ പറയുന്നുണ്ട്, നല്ല നല്ലവരായ പോലീസ് കോൺസ്റ്റബിൾമാരും ഈ സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. കാരണം ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തു പോകുക എന്ന് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഇനിയും പറയുകയാണ്, നിരവധിയാർന്ന കാഴ്ചപ്പാടുകൾ പോലീസുകാർക്കുണ്ട്, അതെല്ലാം തെറ്റായി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തുഷ്ടമായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറ്റകൃത്യങ്ങൾ പോലീസ് കാണിക്കുമ്പോൾ അത് സാധാരണക്കാർ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പേടിച്ച് നിന്ന മനുഷ്യ സമൂഹങ്ങൾ ഇന്ന് തിരിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. തങ്ങൾക്ക് നേരിട്ട ആക്രമണം ശരിയാണോ തെറ്റാണോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നുണ്ട്. സാങ്കേതിക വിദ്യകളുടെ സഹായങ്ങൾ മൂലം ആ കുറ്റകൃത്യങ്ങളുടെ നേർക്കാഴ്ചകൾ സമൂഹത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിക്കേണ്ടത് മനുഷ്യരല്ല, ഇന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പോലീസുകാർ തന്നെയായിരിക്കണം. മാങ്ങ മോഷ്ടിച്ചതിനെ സസ്പെൻഡ് ചെയ്ത പോലീസുകാരന് ആ തരത്തിൽ എന്ത് തരത്തിലുള്ള ചെറുതും വലുതുമായുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ സമൂഹം ഇതിനെ നേരിടും ഉള്ള ഒരു അവബോധം പോലീസുകാർക്ക് ഇന്ന് കൊടുക്കുവാൻ ഇന്നത്തെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും സോഷ്യൽ മീഡിയയെ പറയുന്നത് 4th പില്ലർ ഓഫ് ഡെമോക്രസി എന്നാണ് പറയുന്നത്. അത് ഭരണഘടനയുടെ 4ാം തൂണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ആ മീഡിയ പല രീതിയിലും ഭരണഘടനയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ അവർ തികച്ചും ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ എത്തിപ്പെട്ട് നമുക്ക് നേർക്കാഴ്ചകളും നല്ല വെളിച്ചവും നൽകുന്നുണ്ട്. അപ്പോൾ നല്ല നാളേക്കായി, നല്ല ഒരു ഭരണഘടനയ്ക്കായി, നല്ല പോലീസിൻ്റെ ഒരു ഭരണഘടനയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ നമുക്ക് ഈ തരത്തിലുള്ള പോലീസിൻ്റെ കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാം, ഒന്നായി ഒറ്റക്കെട്ടായി. ഇനിയും ഞങ്ങൾ സംസാരിക്കും. ഇത്തരത്തിലുള്ള നികൃഷ്ടമായ പ്രവർത്തികൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഒട്ടും മടിയില്ലാത്തവരാണ് ഇന്നത്തെ ജനസമൂഹം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സീ യു ബാക്ക് ഇൻ നെക്സ്റ്റ് വീഡിയോ.